ഞാൻ ഇപ്പോൾ വായിക്കാൻ വേണ്ടി എടുത്ത പുതിയൊരു ബുക്കാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഡെയിൽ കാർണിജിയുടെ ഒരു ബുക്കാണ്. ഇതിൽ മുഴുവൻ വായിച്ചിട്ടില്ല, കുറച്ച് ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് ലെസണിൽ ആ ലെസണിൽ ലാസ്റ്റ് നമുക്ക് കാണാം, ഇത് നന്നായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സാണ്. ഇൻസ്റ്റെഡ് ഓഫ് കണ്ടാമിനിങ് പീപ്പിൾ, ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം, ലെറ്റ്സ് ട്രൈ ടു ഫിഗർ ഔട്ട് വൈ ദേ ഡു വാട്ട് ദേ ഡു. That's a lot more profitable and intriguing than criticism, and it breeds sympathy, tolerance and kindness. To know all is to forgive all. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്: ഡോണ്ട് ക്രിട്ടിസൈസ്, കണ്ടം ഓർ കംപ്ലെയിൻ. rather than നമ്മളൊരാളെ കണ്ടം ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലെയിൻ ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ചെയ്യരുത്. അതിന് പകരം വി ഷുഡ് ഫോക്കസ് ഓൺ ദെയർ പോസിറ്റീവ്സ്. നമ്മളെന്താ കൂടുതലായിട്ട് ചെയ്യുക? നമ്മളൊരു കാര്യം, ഒരു ജോബ്, എന്തെങ്കിലും ഒരു വർക്ക് ഒരാൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ബിഹേവ് ചെയ്യുക, എങ്ങനെ ബിഹേവ് ചെയ്യരുത് എന്ന് പറയുന്നതിൽ പകരം നിങ്ങളുടെ ആ ബിഹേവിയർ നല്ലതാണ്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യൂ, അതുകൊണ്ട് നന്നായി ചെയ്യാൻ ശ്രമിക്കൂ എന്ന രീതിയിൽ വേണം നമ്മൾ ഒരാളോട് എന്ത് ചെയ്യാൻ, നമ്മൾ സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടം ചെയ്യാനോ നിൽക്കരുത് എന്നാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇദ്ദേഹം ഇതിൽ ഓരോ എക്സാമ്പിൾസിലൂടെയാണ് ഇദ്ദേഹം ഓരോന്നും കടന്നു പോയിട്ടുള്ളത്. അതിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഇവിടെ ഒരു എക്സാമ്പിളല്ല, ഒരുപാട് എക്സാമ്പിളുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഒരു ലെസണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സാമ്പിളാണ് ബോബ് ഹൂവറിൻ്റെ. ഇദ്ദേഹം ഒരു പൈലറ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മുടെ ഓഥറായിട്ടുള്ള ഡെയിൽ കാർണിജി ഇവിടെ പറയുന്നത്. ഇത് ബോബ് ഹൂവർ ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ ആ പ്ലെയിൻ ക്രാഷ് ആവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല. അദ്ദേഹം സസ്പെക്ട് ചെയ്ത പോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫ്യൂവൽ മാറിപ്പോയതായിരുന്നു കാരണം. then അദ്ദേഹം എയർപോർട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ ഫ്ലൈറ്റിന് മുൻപ് ഇത് ചെക്ക് ചെയ്യുമല്ലോ, ഓരോ മെക്കാനിക് വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത ആളെ വിളിച്ചു. ആ മെക്കാനിക്കിനെ വിളിച്ചിട്ട് കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് എന്തായിരിക്കും മെക്കാനിക്കിൻ്റെ മനോഭാവം എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവും. കാരണം ഇത്രയും വലിയൊരു ട്രാജഡി ഉണ്ടാവാൻ പോവുമായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹം നമ്മുടെ ഹൂവറിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് എല്ലാവരും വിചാരിച്ച പോലെ ആയിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഹൂവർ പറഞ്ഞത്, നാളത്തെ എൻ്റെ ഫ്ലൈറ്റിലും കൂടെ താങ്കൾ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. കാരണം താങ്കൾക്ക് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഇപ്പം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ആ ഒരു മിസ്റ്റേക്കിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൂവർ ഇനി ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന് സംഭവിക്കില്ല. ഇങ്ങനൊരു മിസ്റ്റേക്കല്ല, ഇതുപോലുള്ള ഒരു മിസ്റ്റേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ ഇരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റെസ്പോൺസ് ഹൂവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം, ഏതൊരു സാഹചര്യത്തിലും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും കണ്ടം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ചിന്താഗതി ഒരിക്കലും പോസിറ്റീവായിരിക്കില്ല. അങ്ങനെയാണ് ഹൂവർ അദ്ദേഹത്തിനോട് പെരുമാറിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജോലി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പെർഫെക്റ്റ് ആയിട്ടെന്ന് മാത്രമല്ല, ഈവൻ അദ്ദേഹത്തിന് ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യം പോലും ചോർന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ഹൂവറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു റെസ്പോൺസ് കിട്ടിയതിൽ പിന്നെ അദ്ദേഹത്തിന് ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രിസൈസ് ആയിട്ടും കൂടുതൽ കോൺഫിഡൻസ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൂട്ടി. ഇങ്ങനെയാണ് നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ചായയിലുള്ള പഞ്ചസാരയുടെ അളവായിരിക്കാം, അതല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യമായിരിക്കാം, ഹസ്ബൻഡിൻ്റെ കാര്യമായിരിക്കാം, വൈഫിൻ്റെ കാര്യമായിരിക്കാം, അമ്മയുടെ കാര്യമായിരിക്കാം, അച്ഛൻ്റെ കാര്യമായിരിക്കാം, സഹോദരങ്ങളുടെ കാര്യമായിരിക്കാം. ഏതൊരു കാര്യത്തിനും എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനെ ചൂണ്ടിക്കാട്ടുകയല്ല വേണ്ടത്. ആ തെറ്റ് ഇനി ഒരിക്കലും ആ തെറ്റ് സംഭവിക്കില്ല എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടത്, നമ്മുടെ റെസ്പോൺസ് ഉണ്ടാവേണ്ടത് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? നമ്മുടെ ഓഥറായിട്ടുള്ള ഡെയിൽ കാർണിജി പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലെസൺ മാത്രമാണ് ഇത്. ഇതിൽ നമുക്ക് മൊത്തം 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സിലും അദ്ദേഹം മാറി ലെസൺസ് കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും. നോക്കി, ഇതിൽ കണ്ടേ 3 ലെസൺസ്, ഇതിൽ 6 ലെസൺ, അങ്ങനെ ഓരോരോ ലെസണായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഞാനിങ്ങനെ ഈ ഓരോ വീഡിയോസായിട്ട് ഇട്ടോളാം. ഓക്കെ, ദെൻ സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.